മത്സ്യവിലയിലെ വ്യാജ പ്രചരണം പാലക്കോട്ടെ മത്സ്യവ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത്. വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ്, NCC റോഡ്, പയ്യന്നൂർ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മത്സ്യവിലയെക്കുറിച്ചുള്ള വാർത്ത നൽകിയ പഴയങ്ങാടി മുട്ടത്തെ മത്സ്യവ്യാപാരിക്കെതിരെ രാമന്തളി പാലക്കോട്ടെ മത്സ്യവ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത്. മുട്ടത്തെ ഇദ്ദേഹത്തിൻ്റെ കടയിലാണ് ഈ പ്രദേശത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ മത്സ്യം വിൽക്കുന്നതെന്നാണ് വാർത്തയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത്. രാമന്തളി പാലക്കോട് ഹാർബറിൽ നിന്നാണ് ഫ്രഷ് മത്സ്യം എത്തിക്കുന്നത് എന്നും പറയുന്നുണ്ട്. എന്നാൽ ഹാർബറിന് തൊട്ടടുത്ത പാലക്കോട് ജംഗ്ഷനിലുള്ള സ്റ്റാളുകളിലാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫ്രഷ് മത്സ്യം വിൽപ്പന നടത്തുന്നതെന്നും യഥാർത്ഥ വിലയറിയാത്ത ഉപഭോക്താക്കളെ വാർത്തയിലൂടെ പരസ്യം നൽകി പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നുമാണ് പാലക്കോട്ടെ വ്യാപാരികൾ പറയുന്നത്. നമ്മളെ വീടിൻ്റെ പാലക്കോടാണ് ശരിയായിട്ട് മീനിൻ്റെ ഒരു സെൻ്റർ ഉള്ളത്. അത് ഇന്ന് മാത്രമല്ല, കാലങ്ങളായിട്ട് ഇന്നലെ പറഞ്ഞ അവർക്ക് പോലും അറിയാം, കാലങ്ങളായിട്ട് പാലക്കോടിലാണ് മീൻ പിടിക്കുന്നത്. ഇത് വ്യാജ പ്രചരണമാണ് നടത്തിയത്. ഇന്നലെ ഒരു ചങ്ങായിൻ്റെ വോയിസ് ശരിക്കും പറയുന്നതിൽ കേട്ടു. ആ ചങ്ങായി ഇന്ന് വരെ ₹1 മീൻ വാങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ മീൻ പാലക്കോട് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ കവറുമായിട്ട് ഫ്രീ ആയിട്ട് വാങ്ങി വരുന്നവനടക്കം ഇന്നലെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ ആ പ്രചരണം ഇതിനെക്കാട്ടി പിന്നെ ഒരാൾ പറഞ്ഞു ഇതിനെക്കാട്ടി നല്ലത് കണ്ണൂർ ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും വില കുറവ് മുട്ടത്താണ്. അവൻ വിറ്റോട്ടെ, ആ മീൻ എന്താണെന്നില്ല അതിൻ്റെ ക്വാളിറ്റിയും കൂടെ ആൾക്കാർ അറിയണം. പാലക്കോട് വരുന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർബറിൽ നിന്ന് പോയിട്ടാണ് ഈ മുട്ട എന്ന് പറഞ്ഞ സ്ഥലത്തും എല്ലായിടത്തും വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏതാണ് പാലക്കോടാണോ മുട്ടാണെന്നുള്ള ജനങ്ങൾ തിരിച്ചറിയും. നിലവിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ രാവിലെ കരക്കടക്കുന്നത് പാലക്കോട് ഹാർബറിലാണ്. ഇങ്ങനെ ലഭിക്കുന്ന ഏറ്റവും പുതിയ മീനുകളാണ് ഇവിടുത്തെ സ്റ്റാളുകളിലൂടെ വിൽപ്പന നടത്തുന്നത്. രാവിലത്തെ അപേക്ഷിച്ച് മിക്കവാറും പകുതി വിലക്കാണ് വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള വിൽപ്പന. എന്നാൽ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഫ്രഷ് മീൻ എന്ന പേരിൽ മുട്ടത്തെ സ്റ്റാളുകാരുടെ വില കുറച്ച് ഉള്ള വിൽപ്പന. അതും പാലക്കോട് രാവിലെ വിൽക്കുന്നതിലും കൂടുതൽ തുകക്ക്. ഇതൊക്കെ ഒന്നും അറിയാത്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് പാലക്കോട്ടെ കടക്കാരുടെയും മീൻ വാങ്ങാനെത്തുന്നവരുടെയും ജനങ്ങളുടെയും അഭിപ്രായം. ഇവിടെ കിട്ടുന്ന മത്സ്യങ്ങൾ വേറെ എവിടെയും കിട്ടും. എവിടെയാ സഹായം? ഏറ്റവും കൂടുതൽ സഹായം ഇവിടെയാണ്, ഈ പ്രദേശത്താണ് മത്സ്യങ്ങൾ ഏറ്റവും കിട്ടുന്നത്. ഈ പ്രദേശത്താണ് ഏറ്റവും എല്ലാ സ്ഥലത്തേക്കും പോകുന്ന മീൻ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സഹായ സ്ഥലം ഇവിടെയാണ്. ഹാർബറിൽ വിൽക്കുന്ന വില ഇങ്ങനെ പരസ്യമായി പ്രചരിച്ചാൽ അത് ഇവിടെ നിന്നും മീൻ ചുമന്നു കൊണ്ടുപോയി വീടുകളിലും പരിസര പ്രദേശങ്ങളിലും വിറ്റ് ജീവിക്കുന്ന ചെറുകിടക്കാരെ ബാധിക്കുന്നുവെന്നതിനാൽ ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ ചെറുകിട വ്യാപാരികളും കടുത്ത പ്രതിഷേധത്തിലാണ്. ചെറുകിടക്കാരുടെ ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ 2 വർഷമായി തങ്ങൾ ഇവിടുത്തെ വിലയെപ്പറ്റി പ്രചാരണം നടത്താറില്ലെന്നും എന്നാൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി മത്സ്യവിലയിലെ തെറ്റായ വിവരങ്ങൾ പ്രചാരണം ചെയ്യുന്നതിന് മറുപടിയായാണ് തങ്ങൾ ഈ സത്യാവസ്ഥ ഇപ്പോൾ ജനങ്ങളെ അറിയിക്കുന്നതെന്നാണ് 20 വർഷമായി പാലക്കോട് ജംഗ്ഷനിൽ മത്സ്യക്കച്ചവടം ചെയ്യുന്ന പ്രധാന മത്സ്യവ്യാപാരി ബീരാൻ വിലയിലെ വ്യത്യാസങ്ങൾ നേരിട്ട് കാണിച്ചു തന്ന് വടക്കൻ വാർത്തകളോട് പ്രതികരിച്ചത്. ഇതാണ് ഞങ്ങളുടെ പാലക്കോട് ഹാർബർ, വിശാലമായ ഹാർബർ. ഈ ഹാർബറിൽ നിന്നാണ് എല്ലാ മീനും അടുത്ത കടയിലേക്ക് പോകുന്നു. അപ്പോൾ മുട്ടത്ത് വെറുതെ ഒരു വാർത്ത ഇട്ടിട്ട് വില കൂട്ടി വെക്കുന്നു. ഇവിടെ അങ്ങ് വിൽക്കുന്നത് പിന്നെ ഇതാ ₹200 ഒരു കൂട്ടം മീൻ ₹200. പാലക്കോട് ഹാർബറിൽ ₹200 ഒരു കൂട്ടം മീൻ വിളിക്കുന്നത്. ഞാൻ ₹260 വിൽക്കുന്ന മീൻ നേരെ വിൽക്കുന്നത് ₹340, ₹360. ഞാൻ ഇന്നലെ ആക്കൂറ് വിറ്റ് ₹400. അടുത്ത വില ₹750, ₹600. എൻ്റെ കയ്യിലുണ്ട് അടുത്ത ഓരോ വിലയും. അപ്പോൾ ഈ ഹാർബറിലാണ് ഫ്രഷ് മീനെല്ലാം കയറി വരുന്നത്. ഓടുകണ്ട ആക്കൂറ്, സ്രാവ്, മത്തി, അയില എല്ലാം. ഇന്ന് അയില വെക്കുന്നത് ₹100. 8 കൊണ്ട് 9 കൊണ്ട് അയില വെക്കുന്നത് ₹100. ആവോലി വെക്കുന്നത് ഇന്ന് ₹290. അതേ ആവോലി ഇന്നലെ വെക്കുന്നത് ₹340 മുട്ടത്ത്. അപ്പോൾ കുറേ ആളെ കൂട്ടാ, ചാനലുകാർക്ക് പൈസ കൊടുക്കുക, വെറുതെ പരസ്യം അടിക്കുക, എന്നിട്ട് ആളെ കൂട്ടാ, പൈസ ആശ അടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട കൊട്ടക്കാരിലുണ്ട്. ഞാൻ ഈ കച്ചവടം ഞാൻ കുറേ ചെയ്തു തന്നിട ഈ ഹാർബറിൽ. അപ്പോൾ കൊട്ടക്കാരിൽ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാനത് നിർത്തിയതാണ്. വീണ്ടും ഓൻ ചെയ്തത് കൊണ്ടാണ് ഓനിക്കേറി ഈ കച്ചവടം വീണ്ടും പാലക്കോട് ഓപ്പൺ ചെയ്തത്. കാരണം 2 സഞ്ചിയിലും കൊണ്ടാണ് ₹100, ₹200 കിട്ടുന്ന മീൻ കിട്ടും. അതിന് സംശയമൊന്നുമില്ല കാര്യത്തിൽ. ആവോലിണ്ട്, മത്തിയുണ്ട് ₹300 ആവോലിക്ക്, നണ്ടുണ്ട്, അയിലുണ്ട് 160. എല്ലാം അടിപൊളി മീനാണ്. ഫ്രഷ് മീൻ അയില ₹100, 160 ഉണ്ട്. ഈ അടു കാണിച്ചു കൊടുത്തേ. പ്രദേശത്തെ നിരവധി മത്സ്യവില്പന കേന്ദ്രങ്ങളിൽ തങ്ങൾ പോയിട്ടുണ്ടെന്നും എന്നാൽ പാലക്കോട് ഹാർബറിന് തൊട്ടടുത്ത് നിന്നും കിട്ടുന്ന വിലക്ക് മറ്റെവിടെ നിന്നും ഫ്രഷ് മത്സ്യങ്ങൾ കിട്ടാറില്ലെന്നും വ്യാജ പ്രചരണങ്ങളിൽ വീണ് പോകരുതെന്നും നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ അമ്മൂറ് 450, 450, 460 അങ്ങനെ നല്ല ഫ്രഷ് സാധനം ഇവിടെ വന്നാൽ കിട്ടും.
ഹാർബറിൽ നിന്ന് പിടിച്ച് നേരെ അവിടെ കൊണ്ടുവരും. ന്യൂസ് ബ്യൂറോ, രാമന്തളി. വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ. പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് പയ്യന്നൂർ. നഴ്സിംഗ് അസിസ്റ്റന്റ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അസിസ്റ്റന്റ്, എക്സ്റേ ടെക്നീഷ്യൻ തുടങ്ങിയ 2 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 100% ജോലി സാധ്യത ഉറപ്പു നൽകുന്ന കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ്, NCC റോഡ്, പയ്യന്നൂർ. ഇപ്പോൾ പ്രിയദർശിനി ആശുപത്രിയിൽ ഹോം കെയർ സർവീസും ആരംഭിച്ചിരിക്കുന്നു.